വിഷുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളോട്ടാണ് പോകുന്നത്. ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. അവിടുത്തെ ആ ഒരു പവിത്രതയെല്ലാം വിഷു ആഘോഷിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ വിഷുവിന്റെ ഓർമ്മകളിൽ ഏറ്റവും പുതിയ വരുന്നത് വിഷുവിന്റെ വിഷു സദ്യയും കൈനീട്ടമൊക്കെയാണ്. അന്ന് നമ്മൾ ബാല്യത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ വിഷു വിഷു കൈനീട്ടത്തിന്റെ നീ പിന്നെ കയ്യിൽ എത്ര എന്തൊക്കെ വന്നാലും ആ ഒരു മാധുര്യം വേറൊന്നിനും ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒരു കോയിൻസിന്റെ ആ ഒരു വിഷു കൈനീട്ടത്തിന്റെ ആ മൂല്യം ഇന്നും വലുതാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. വിഷുവിന്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ വിഷുക്കണിയാണ്. ആ ഒരു വർഷത്തെ സമൃദ്ധി മൊത്തം ഈ വിഷുക്കണിയിലൂടെയാണ് കിട്ടുന്നതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഹിന്ദു വിശ്വാസം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വിഷുക്കണി തയ്യാറാക്കുന്നതിൽ ഞങ്ങള് സത്യം പറഞ്ഞ കുട്ടികൾക്കായിരുന്നു അതിന് മുന്നിൽ. ഞങ്ങളെല്ലാവരോടും വിഷുക്കണി തയ്യാറാക്കുന്നു. അങ്ങനെ കുറെ നല്ല നല്ല ഓർമ്മകളുണ്ട്. ഇന്നും ആ ഒരു വിഷുക്കണിയും അതിന്റെ പവിത്രതയും ആ സമൃദ്ധിയും ഒക്കെ അത് അതുപോലെ തന്നെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇനി അടുത്ത തലമുറകളിലൊക്കെ അങ്ങനെ ആയിരിക്കുമെന്നും ആഗ്രഹിക്കുന്നു. എനിക്ക് വിഷുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് അരീനയായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അരീന വന്ന ശേഷമാണ് ഞാൻ വിഷു ആഘോഷിക്കാൻ തുടങ്ങിയത് തന്നെ. നമ്മുടെ അരീന ഓഫീസിൽ നമ്മൾ സ്റ്റാഫ് എല്ലാവരും കൂടെ കൂടി നമ്മൾ കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂവ്, കണിക്കൊന്ന, നമ്മുടെ ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ വീടുകളിൽ നിന്ന് ഓരോരുത്തരായിട്ട് ശേഖരിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ വന്ന് അതിനെ നമ്മൾ ആ വിഷു കണിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഓർമ്മയാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. എന്നാൽ ആ ഒരു യൂണിറ്റി അരീനയിലെ നമ്മുടെ സ്റ്റാഫും എല്ലാവരും ആ സ്റ്റുഡൻസും എല്ലാവരും കൂടെയുള്ള യൂണിറ്റീനെയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും പറയാൻ പറ്റുന്നത്. അതൊരു പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വിഷു കൈനീട്ടം കിട്ടുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു വിഷു ഓർമ്മ എന്ന് പറയുന്നത്. വിഷുവിനെ നമ്മൾ കണിക്കൊന്ന പറിക്കും, അത് കൃഷ്ണന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് നമ്മള് വിഷു കൈനീട്ടം കിട്ടും, അതുപോലെ സദ്യ ഉണ്ടാക്കും, എല്ലാരും കൂടെ കൂടി കഴിക്കും. വിഷുവാശംസ അപേക്ഷ എല്ലാവർക്കും എന്റെയും അരീനയുടെയും ഹൃദയം നിറഞ്ഞ വിശ്വാസംസ. ഏവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ വിശ്വാസംസകളും.